എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ SDPIക്കെതിരെ കൃത്യമായ എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ തെരുവുകളുടെ കൊണ്ടുവരി. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ നമ്മുടെ പാകിസ്ഥാന് വിവരങ്ങൾ ISIക്ക് വിവരങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നടക്കും ഒരു മലയാളി അടക്കം 3 പേരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചർച്ചയാണ് ഇവിടെ ഉണ്ടായത്? അതെന്താ അതിന്റെ ബന്ധങ്ങൾ? ട്രെയിൻ അട്ടിമറി സംഭവം പുനലൂരില് അങ്ങനെ സംഭവം, അതിന്റെ ഒന്നും തീവ്രവാദ ബന്ധമോ ഭീകരവാദ ബന്ധമോ നിങ്ങൾ ന്യൂസ് 18 പോലും ചർച്ച ചെയ്തിട്ടില്ലല്ലോ മഞ്ജുഷേ. അതേസമയം പാകിസ്ഥാനിലെ ISI രാജ്യത്ത് പ്രവർത്തനം നടത്തിയത് ഇവിടെ RSSന്റെ ഇന്ദ്രേഷ് കുമാറും അതുപോലെ തന്നെ ഇവിടെ ഈ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനം നടത്തിയ ഹേമന്ത് കർക്കറെ അടക്കം മുംബൈ ആക്രമണത്തിലൂടെ കൊന്നത് RSS ആണ്. കാവി ഭീകരത മഹാരാഷ്ട്ര ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ തലവൻ ഈ രാജ്യത്ത് പുറത്തു കൊണ്ടുവന്നപ്പോ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു ഇവിടെ കാവി ഭീകരതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ആ ഹേമന്ത് കർക്കറെ അടക്കം വധിച്ച നിങ്ങളാണ് പറയുന്നത് പാകിസ്ഥാന്റെ ISI ബന്ധവുമായിട്ട് ഇവിടെ ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ടപ്പോഴാണ് നിങ്ങൾ ആ ഹേമന്ത് കർക്കറെ കൊന്നത്, രാഷ്ട്രപിതാവിനെ കൊന്നവര്. എന്നിട്ട് RV ബാബു ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഭയങ്കര ജനാധിപത്യത്തിന്റെ വർത്തമാനം പറയുന്നു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലക്ഷണമൊത്ത ഭീകര സംഘടനയുടെ തലപ്പത്തിരുന്ന് വന്നിട്ട് ബാക്കിയുള്ളവരുടെ മേല് ഭീകരവാദം ആലോചിപ്പിക്കാൻ താങ്കൾക്ക് എന്ത് ന്യായമാണുള്ളത്? മിടുക്കനാണ് ആൺകുട്ടി.